കാത്തുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ റബ്ബൽ ആലമീൻ. നമ്മൾ സൂറത്തുൽ ഹജ്ജാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഹജ്ജിൽ 7 ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മാഹാത്മ്യം, അവൻ്റെ ഖുദ്റത്ത്, അവൻ്റെ കഴിവ്, അതൊക്കെയാണ് നമുക്ക് കഴിഞ്ഞ ആയത്തുകളിലൂടെ പറഞ്ഞു തന്നത്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പും അതുപോലെ തന്നെ നിർജീവാവസ്ഥയിലായ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവനുള്ളതാക്കി മാറ്റിയതും അതുപോലെ മരിച്ചവരെ അല്ലാഹു തിരിച്ചു കൊണ്ടുവരുമെന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പിന്നീട് അന്ത്യനാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു. ഇനി 8-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير. അവിടെ നമ്മൾ ഓതുമ്പോൾ അവർ കുറേ തജ്വീദ് നിയമങ്ങളുണ്ട്. വമിനന്നാസി ഷദ്ദലനൂന് മണിക്കണം. വമിനന്നാസി മൻ യുജാദിലു, മയ്യു അവിടെ ഇദ്ഗാമു ബിഗുന്നയാണ്, മണിച്ചോദനം. ഫില്ലാഹി ബിഗൈരി ഇൽം, ഒന്നാമത്തത് ഗൈനാണ്, രണ്ടാമത്തത് ഐനാണ്, രണ്ടും ശ്രദ്ധിക്കണം. ബിഗൈരി ഇൽം, ഇൽമിൻ വ ഇദ്ഗാമു ബിഗുന്നയാണ്, മണിച്ചോദനം. വലാ ഹുദൻ വ അവിടെയും ഇദ്ഗാമു ബിഗുന്നയാണ്, മണിച്ചോദനം. വലാ കിതാബിൻ മു അവിടെയും ഇദ്ഗാം ബിഗുന്നയാണ്, മണിച്ചോദനം. പിന്നെ മുനീർ എന്ന് പറഞ്ഞ് നിർത്താൻ പാടില്ല. മുനീർ ഇത് ആര്. വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. വമിനന്നാസ് ജനങ്ങളിലുണ്ട്, ജനങ്ങളിലുണ്ട് ചില ആളുകൾ നൃത്തം. ജനങ്ങളിലുണ്ട് മൻ ഒരുവൻ അഥവാ ചില ആളുകൾ. യുജാദിലു അവൻ തർക്കിക്കുന്നു. ഫില്ലാഹി അള്ളാഹുവിൽ അഥവാ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അവൻ തർക്കിക്കുന്നു. അപ്പം അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുന്ന ചില ആളുകളുണ്ട്. എങ്ങനെയാണ് അവിടെ തർക്കം? ബിഗൈരി ഇൽം അറിവില്ലാതെ, ഇൽമൊന്നുമില്ല എന്നാലും തർക്കിക്കന്നെ. വലാ ഹുദൻ ഹുദയുമില്ല, ഹുദാർണ മാർഗദർശനം, സന്മാർഗം, അതുമില്ല. വലാ കിതാബിൻ മുനീർ, കിതാബ് പറഞ്ഞാൽ ഗ്രന്ഥം, മുനീർ പറഞ്ഞാൽ വെളിച്ചം നൽകുന്നത്, വെളിച്ചം നൽകുന്നത്. അപ്പോൾ വെളിച്ചം നൽകുന്ന, പ്രകാശം നൽകുന്ന ഒരു വേദഗ്രന്ഥമില്ല, ഒരു മാർഗദർശനമില്ല, അറിവുമില്ല. എന്നിട്ട് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തർക്കിക്കുന്ന ചില ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പത്തെ ആയത്തിൽ അള്ളാഹുവിൻ്റെ മഹാത്മ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അള്ളാഹുവിൻ്റെ മനുഷ്യനെ സൃഷ്ടിച്ച പിന്നെ അള്ളാഹുവിൻ്റെ കഴിവും അതേപോലെ ഭൂമിയുടെ അവസ്ഥനെ നിർജ്ജീവമായതിനു ശേഷം ജീവനുള്ളതാക്കിയതും ഇനി ഖബറുകളിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരുന്നതും ഇതൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും വമിനന്നാസ് ജനങ്ങളിൽ ചില ആൾക്കാരുണ്ടാവും. ഓല പരിപാടി എന്താ? മയ്യുജാദിലു ഫില്ല, അവർ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ അങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ തർക്കിക്കാൻ പറയുമ്പോൾ എന്താ, അള്ളാഹു ഇല്ല എന്നുള്ള വിഷയത്തിൽ തർക്കിക്കുകയാണോ?
ഇപ്പോൾ ഈ ആയത്തിറങ്ങുന്ന സന്ദർഭത്തിൽ മക്കത്ത് മുശ്രിക്കീങ്ങളാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലുണ്ടായിരുന്ന മക്കത്ത് മുശ്രിക്കീങ്ങളാണ്. മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹു ഇല്ല എന്ന അഭിപ്രായം ഉണ്ടോ? ഇല്ല. ഓല അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്ന ധാരാളം ആയത്തുകൾ ആ വിഷയത്തിലുണ്ട്. അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു. എന്നാൽ എന്താ പ്രശ്നം? അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്ന രൂപം യഥാർത്ഥ രൂപത്തിലല്ല. അപ്പം അള്ളാഹു ഇല്ല എന്നുള്ളിടത്തോൽക്ക് അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. പക്ഷേ അള്ളാഹു ഗഫൂറാണ്, ഓല അംഗീകരിക്കില്ല. അള്ളാഹ് മാത്രമാണ് ആരാധ്യൻ, ഓല അംഗീകരിക്കില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ അസ്മാകളിൽ, സിഫാത്തുകളിൽ, അഫ്ആലുകളിൽ, പ്രവർത്തനങ്ങളിൽ ഇതിലൊക്കെ ഓൽക്ക് എന്തുണ്ടായിരുന്നു? ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതിപ്പോൾ ഓരോ കാലഘട്ടത്തിലാവുമ്പോൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞത് എന്ത് ചെയ്യും? വ്യത്യസ്തമായി വരും. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നിരീശ്വരവാദികൾ ഓല് പറഞ്ഞത് എന്താ? അള്ളന്നെ ഇല്ല എന്നാണ്. അള്ളന്നെ ഇല്ല എന്നാണ് ഓല് പറഞ്ഞത്. അപ്പോൾ ഓലും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അത് തർക്കിക്കണം. പക്ഷേ ഓല് തർക്കിക്കണത് മക്കത്ത് മുശ്രിക്ക് തർക്കിച്ച രൂപത്തിലല്ല, വേറൊരു രൂപത്തിലാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ വിഷയത്തിലെ തർക്കങ്ങൾ, ഈ തർക്കങ്ങൾ ഒരറിവിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമുക്ക് ഓക്കെ എന്ന് പറയാം. പക്ഷേ എങ്ങനെ തർക്കിക്കണം? ഒരറിവുമില്ല, വലാ ഹുദൻ, ഒരു മാർഗദർശനമല്ല, അതേപോലെ വല കിതാബി മുനീർ, ഇതെന്നൊക്കെ എന്തിൻ്റെങ്കിലും ഒരു അടിസ്ഥാനം ഞങ്ങൾ ഇതിന്നാണ് എടുത്ത് സംസാരിക്കണം, ഇതിൻ്റെ വെളിച്ചത്തിലാണ് സംസാരിക്കണം, അങ്ങനെ പറയാനും ഇവരുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇവർ സംസാരിക്കണം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇവരെ ഇച്ഛയുടെ അടിസ്ഥാനത്തിൽ, ഇവരെ ബുദ്ധിക്ക് തോന്നിയത് അങ്ങനെ വിളിച്ച് പറയാണ്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിനെ വിശദീകരിച്ച് പറയാണ്, യുജാദിലു ഫില്ല, അള്ളാഹിൻ്റെ മാർഗത്തിൽ തർക്കിക്കുക എന്ന് പറഞ്ഞല്ലോ, അതിന് അദ്ദേഹം വിശദീകരിക്കുകയാണ്, യുജാദിലു റുസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലുകളോട് അവർ തർക്കിക്കും, വ അത്ബാഅഹും, ആ റസൂലിനെ പിൻപറ്റിയ ആളുകളോടും തർക്കിക്കും, ബിൽ ബാത്തിൽ നിരർത്ഥകമായതുകൊണ്ടാണ് തർക്കിക്കണത്. അപ്പം നമ്മൾ ഇസ്ലാമിൽ തർക്കങ്ങളുണ്ട്. തർക്കങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ പോയി അടിപിടി ഉണ്ടാക്കുക എന്നാണോ? അല്ല. മുനാളറ, സംവാദം, ഡിബേറ്റ് അല്ലേ? ഇത് അംഗീകരിക്കപ്പെട്ടതാണ്. സ്വഹാബത്തൊക്കെ എന്ത് നടത്തിയിട്ടുണ്ട്? മുനാളറ, ഈ ഡിബേറ്റ് നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വ്യക്തമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇവരെ ഇതെങ്ങനെയാണ്? ബാത്തിൽ നിരർത്ഥകമായതുകൊണ്ടാണ് ഇവർ പ്രസംഗിക്കുന്നത്. ലിയുദ്ഹിള ബിഹിൽ ഹഖ്, എന്തിനാണോ ഇത് ചെയ്യണത്? സത്യത്തെ തകർത്ത് കളയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ സത്യത്തെ തകർത്ത് കളയാൻ അവർക്ക് കഴിയുമോ? ഇല്ല. കാരണം വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞത് എന്താണ്? വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, കാഫിറുകൾക്ക് എത്ര വെറുപ്പുണ്ടെങ്കിലും അല്ലാഹ് എന്ത് ചെയ്യും? ഇത് പൂർത്തിയാക്കും. അള്ളാഹു ഇത് പൂർത്തിയാക്കി തന്നെ ചെയ്യും. എന്നിട്ട് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം, ബിഗൈരി ഇൽം, അറിവില്ലാതെയാണ് അവർ തർക്കിക്കണമെന്ന് അല്ലാഹ് പറഞ്ഞല്ലോ. അഥവാ സ്വഹീഹ്, ശരിയായ അറിവില്ലാതെ. അപ്പോൾ ഓലെടുത്ത് ഓലതായിട്ടുള്ള അറിവുണ്ടാവും, പക്ഷെ അത് ശരിയായ അറിവാണോ? അല്ല. അതേപോലെ വലാ ഹുദൻ, ഒരു മാർഗദർശനമില്ലാതെ എന്നുള്ള പറഞ്ഞല്ലോ, അതിനെ വിശദീകരിച്ച് അദ്ദേഹം പറയാണ്, ഗൈറു മുത്തബിഇൻ ഫീ ജിദാലിഹി ഹാദാ മൻ യഹ്ദീഹി, സന്മാർഗം കാണിക്കുന്ന ഒരാൾ, അയാളെ ഈ വിഷയത്തിൽ പിൻപറ്റിക്കൊണ്ടല്ല ഓലെന്ത് ചെയ്യണത്? തർക്കിക്കണത്. ലാ അഖ്ലുൻ മുർഷിദ്, ഒരു നല്ലതിലേക്ക് നയിക്കുന്ന ഒരു ബുദ്ധി, അതിൻ്റെ അടിസ്ഥാനത്തിലും അല്ല തർക്കിക്കണത്. വലാ മത്ബൂഉൻ മുഹ്തദിൻ, നേർമാർഗം കാണിക്കുന്ന ഒരു നേതാവ്, അതിൻ്റെ അടിസ്ഥാനത്തിലും അല്ല ഇവർ തർക്കിക്കണത്. അപ്പോൾ പിന്നെ ഇവരെ തർക്കം എന്ത് മാത്രമാണ്? ഇത് വെറും എന്താ പറയുക, പൊട്ടത്തരം എന്ന് പറയില്ലേ, അങ്ങനെ ഓരോ ബുദ്ധിക്കനുസരിച്ച് എങ്ങനെ വ്യാഖ്യാനിക്കുകയാണ് ഓരോന്ന്. വലാ കിതാബിൻ മുനീർ, വെളിച്ചം നൽകുന്ന ഒരു വേദഗ്രന്ഥമല്ല എന്ന് പറഞ്ഞു അല്ലാഹ്. അതിനെ വിശദീകരിച്ച് അദ്ദേഹം പറയാണ്, വാളിഹുൻ ബയ്യിൻ, വ്യക്തമായി കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്ന ഒരു ഗ്രന്ഥം ഓലെടുത്തില്ല. ഫലാ ലഹു ഹുജ്ജത്തൻ അഖ്ലിയ വലാ നഖ്ലിയ, അപ്പോൾ ബുദ്ധിപരമായ ഒരു രേഖയും അവരുടെ അടുത്തില്ല, പ്രാമാണികമായിട്ട് അവർക്ക് ഒരു രേഖയുമില്ല. ഇനിഹിയ ഇല്ലാ ശുബ്ഹാത്ത്, പിന്നെ ഓലെടുത്ത് ആകല്ലേ ചില ആശയക്കുഴപ്പങ്ങളാണ്. ചില അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാന്നല്ലാതെ അതല്ലാതെ എനിക്ക് എന്തില്ല, വ്യക്തമായി ഒന്നുമില്ല. അപ്പോൾ ഇപ്പോഴത്തെ നിരീശ്വരവാദികളുടെ കാര്യം എടുത്ത് നോക്കിയാൽ എന്തെന്നെ അവസ്ഥ? ഇതിൻ്റെ അവസ്ഥ. ഇപ്പോൾ ഒരു 5 കൊല്ലം മുമ്പ് പോലെ എഴുതിയ പുസ്തകം അതാവില്ല ഇപ്പോൾ ഓല് പറയണത്. ഇനി എപ്പോൾ പറയണ കാര്യങ്ങളാവില്ല ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഓല് പറയണത്. ഓരോ സമയത്ത് എന്ത് ചെയ്യും? അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ബൽ ബി മുജറദി റഅയി വൽ ഹവ, അവർ സംസാരിക്കുന്നത് അവരുടെ റഈൻ്റെ അഭിപ്രായങ്ങളുടെയും അവരുടെ ഹവ ഇച്ഛയുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതല്ലാതെ അവർക്ക് എന്തില്ല, ഒന്നുമില്ല. അപ്പോൾ അത്തരക്കാരുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ഓലിക്ക് നമ്മൾ എത്ര സത്യം കാണിച്ചു കൊടുത്താലും
യഥാർത്ഥ ലക്ഷ്യം കാണിച്ചു കൊടുത്താലും ഓലെന്ത് ചെയ്യൂല, പിൻപറ്റാൻ തയ്യാറാവില്ല. ഓലതിനെ എന്ത് ചെയ്യും, എന്തെങ്കിലും മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞിട്ട് അതിനെ പോലും ന്യായീകരിക്കും. ഓൽക്ക് യഥാർത്ഥത്തിൽ ഒരു പ്രമാണം കൊണ്ടുവന്നൊരു തെളിവ് കാണിച്ചു തരാനോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ മനുഷ്യനെ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാനോ അല്ല ഒന്നും ഓലെ കയ്യിലുണ്ടാവുകയില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 കൂട്ടം ആൾക്കാരെയാണ് ശരിക്കും പറഞ്ഞത്. ഒന്നാരാണ്? കാഫിരീങ്ങളാണ്. കാഫിരീങ്ങളും അള്ളാഹിൻ്റെ മാർഗത്തിൽ തർക്കിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കാഫിരീങ്ങൾ തർക്കിക്കണം എന്തിനാ? ഓല് അല്ല എന്നുള്ള വിഷയത്തിലാണ്. അല്ല പറഞ്ഞാൽ അള്ളാഹു ഉണ്ട്, പക്ഷേ അല്ല മാത്രമാണ് ഇലാഹ് എന്ന വിഷയം ഓല അംഗീകരിക്കില്ല. ഇപ്പോൾ കാഫിരീങ്ങൾക്ക് വേറെ കുറേ ഇലാഹുകളാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനൊരു അഭിപ്രായം സ്വീകരിക്കാൻ ഒരു പഴുതും ഇട്ടുകൊടുത്തിട്ടില്ല. അള്ളാഹു ആണ് റബ്ബ് എന്നിപ്പോൾ മുമ്പത്തെ ആയത്ത് നമ്മൾ പഠിച്ചു. ഏത്? മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. മനുഷ്യൻ്റെ ആ സൃഷ്ടിപ്പ് മാത്രം ആലോചിച്ചാൽ തന്നെ മതി അള്ളാഹു ആണ് റബ്ബ് എന്ന് മനസ്സിലാക്കാൻ. കാരണം ബീജം, പിന്നീട് രക്തപിണ്ഡം, പിന്നീട് മാംസപിണ്ഡം, പിന്നെ അത് രൂപമല്ലത്, പിന്നെ എല്ലുകൾ വന്ന് പൊതിയ, പിന്നെ മാംസം, പിന്നെ കയ്യും കാലൊക്കെ ഒന്ന് വേറൊരു കുട്ടിയെ പുറത്തേക്ക് വരും. ഇതൊക്കെ അള്ളാഹ്ക്കല്ലാതെ വരയ്ക്കാൻ കഴിയുക? അപ്പോൾ അവരുടെ ആ ഒരു തർക്കത്തിനൊന്നും യാതൊരു പ്രാധാന്യമില്ല അർത്ഥം. രണ്ടാമത്തത് ബിദ്അത്തിൻ്റെ ആൾക്കാരാണ്. ബിദ്അത്തിൻ്റെ ആൾക്കാർ അവരും അള്ളാഹിൻ്റെ വിഷയത്തിൽ തർക്കിക്കുന്നവരാണ്. അവർക്കും യഥാർത്ഥത്തിൽ ഓരോ പ്രമാണം കൊണ്ടുവരാൻ. ബിദ്അത്തിൻ്റെ ആൾക്കാർ പറയുമ്പോൾ ആദ്യം വന്നവർ ഖവാരിജുകളാണ്, പിന്നെ ഷിയാക്കൾ, പിന്നെ മുഅ്തസിലിയാക്കൾ, ഖദരിയാക്കൾ, ജഹ്മിയാക്കൾ. ഇവർക്കൊന്നും എന്തില്ല, ഇപ്പം നമ്മുടെ നാട്ടിൽ സമസ്തക്കാർ അശ്അരികളാണ്, നശ്അരികൾ. ഇവരൊന്നും അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന തെറ്റായ ധാരണകളിൽ ഇവർക്ക് എന്തില്ല, വ്യക്തമായൊരു പ്രമാണം. അല്ലല്ലാത്ത ഒരാളെ കെട്ടിപ്പൊക്കിയ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് സുജൂദ് ചെയ്യാം, എന്താ ആയത്ത് കൊണ്ടുവരാൻ കഴിയുമോ? അല്ലെങ്കിൽ മുനമ്പത്തെ ബീവിക്കും പോയിട്ട് നേർച്ച കൊടുക്കാം, എന്താ ഹദീസ്. അല്ലെങ്കിൽ പുത്തമ്പള്ളിയത്തെ ഷെയ്ഖിനോടും പ്രാർത്ഥിക്കാം, ദാ റസൂൽ ഇബ്രാഹിം നബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതൊക്കെ കണ്ടോളിയും കാണിച്ചു തരാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനും അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തെറ്റായ ധാരണകൾ വെച്ച് പുലർത്താനും വ്യക്തമായൊരു തെളിവ് കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കില്ല. അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അറിവില്ലാതെ സംസാരിക്കാൻ പാടില്ല. എന്താണെങ്കിലും അള്ളാഹിൻ്റെ വിഷയം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കിതാബ് ഖുർആൻ അള്ളാഹിൻ്റെ വിഷയമാണ്, അള്ളാഹിൻ്റെ കലാമാണത്. അപ്പോൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഖുർആൻ്റെ ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ, ഹദീഫിൻ്റെ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ, ദീനിയായ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? അറിവില്ലാതെ നമ്മൾ സംസാരിക്കാൻ പാടില്ല. അള്ളാഹനെ എത്ര തവണ പറഞ്ഞു? ഖുൽ ഹാത്തു ബുർഹാനക്കും, നിങ്ങളെ തെളിവ് കൊണ്ടുവരൂ, തെളിവ് കൊണ്ട്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും സംസാരിക്കുമ്പോൾ എന്ത് വേണം? തെളിവ് വേണം. അല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹു അലം, നമുക്കറിയില്ല പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം അറിവില്ലാതൊരു വിഷയത്തിൻ്റെ പിന്നിൽ ചെന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നസം അവൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. പരലോകത്ത് ഈ നാവും കണ്ണും ഹൃദയവും ഇതൊക്കെ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും. കാതും കണ്ണും ഹൃദയവും ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും. അപ്പോൾ അറിവില്ലാത്തതിൻ്റെ പിന്നാലെ എന്ത് ചെയ്യാൻ പാടില്ല? പോകാൻ പാടുള്ളതല്ല. ശരി, ഇനി അടുത്ത ആയത്ത്. ثاني عطفه ليضل عن سبيل الله له في الدنيا خزي ونذيقه يوم القيامة عذاب الحريق. ثاني عطفه ليضل عن سبيل الله له في الدنيا خزي ونذيقه يوم القيامة عذاب الحريق. അവിടെ നമ്മൾ ഓതുമ്പോഴും സാനിയ ഐത്തുഫിഹി, ഐനാണ് ത്വ ആണ്, ഐത്തു ഇത്തുന്നാവരുത്, ഐത്തുഫിഹി ചെറിയ ഒരു മദ്ദുണ്ട് അവിടെ, 2 ഹർക്കത്ത് നമ്മൾ നീട്ടണം. ലിയുദില്ല അൻസ, അവിടെ ഇഖ്ഫ ആണ്, മണിച്ചോദനം. സബീലില്ല. ലഹു അവിടെ ഒരു ചെറിയ മദ്ദുണ്ട്,
ഫിദ്ദുന്യാ ഖിസി, നിർത്തുകയാണെങ്കിൽ ഖിസി, യായിന് സുക്കൂൻ കൊടുത്തിട്ട്. കൂട്ടിയതാണെങ്കിൽ ഖിസിയോ, ഇദ്ഗാമും ബിഗുന്നയാണ് മണിച്ചോദനം. വനുദീഖുഹു, ഖാഫാണ്. വനുദീഖുഹു യൗമൽ ഖിയാമത്തി അദാബ, ഐന്, അദാബൽ ഹരീഖ്, ഹ ആണ് ഖാഫാണ്, ഹരീഖ്. ثاني عطفه ليضل عن سبيل الله لهم في الدنيا خزي ونذيقه يوم القيامة عذاب الحريق. ഈ കാഫും ക്യാഫൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഞാൻ പറയുന്നില്ലേ ഇദ്ഗാമും ബിഗുന്ന, ഇഖ്ഫാ, മണിച്ചോദ അല്ലെന്ന് കിട്ടാൽ, ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും ഓത്തിൽ പ്രശ്നമൊന്നും വരില്ല, അർത്ഥത്തിൽ മാറ്റമൊന്നും വരില്ല. പക്ഷേ ഈ പിന്നെ മഖ്റജുകൾ അങ്ങോട്ടോട്ടും മാറിയാൽ അർത്ഥത്തിൽ തന്നെ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ കുൽ ഹുവല്ലാഹു അഹദ്, കുൽ നബിയെ പറയുക, ഹുവല്ലാഹു അഹദ്. ഒരാൾ കുൽ എന്ന് ഓതിയാൽ കാഫിന് പകരം ക്യാഫ് ഓതിയാലോ, കുല്ല് പറഞ്ഞാൽ എന്താ, നബിയെ നീ തിന്നു, അക്കലാന്നില്ലതിൻ്റെ കൽപ്പനാക്രിയാണ്. അപ്പോൾ അർത്ഥത്തിലൊന്ന് വ്യത്യാസം നോക്കി നിങ്ങൾ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ശരി, അള്ളാഹ് പറയാണ് സാനിയ ഇത്തുഫിഹി. സാനിയ എന്ന് പറഞ്ഞാൽ, സാനി എന്ന് പറഞ്ഞാൽ എത്ര, ഇസ്നൈൻ, 2. ഇവിടെ അതല്ല. ഇവിടെ സാനിയ പറഞ്ഞാൽ തിരിഞ്ഞ് കളയുക, തിരിച്ച് കളയുക, മാറ്റിക്കളയുക, തിരിച്ചവനാക്കുക. എന്തിനെ, ഐത്തുഫിഹി, തൻ്റെ ഐത്തുഫിനെ. ഐത്തുഫ് പറഞ്ഞാൽ തോൾഭാഗം, ചുമൽ അല്ലെങ്കിൽ പിരയുടെ ഭാഗം, അതാണ് ഐത്തുഫ് പറഞ്ഞാൽ. അപ്പോൾ സാനിയ ഐത്തുഫി പറഞ്ഞാൽ തൻ്റെ ചുമലിനെ തിരിച്ചവനായിക്കൊണ്ട്. ലി യുദില്ല, എന്തിനാണോ അവനങ്ങനെ ചെയ്യണത്, ലി യുദില്ല, വഴി പിഴപ്പിക്കാനാണ്. അതല്ല പറഞ്ഞാൽ വഴി പിഴച്ചു, യുദില്ലു പറഞ്ഞാൽ അതല്ല പറഞ്ഞാൽ വഴി പിഴപ്പിച്ചു, യുദില്ലു പറഞ്ഞാൽ വഴി പിഴപ്പിക്കുന്നു. ലി യുദില്ല, വഴി പിഴപ്പിക്കാൻ വേണ്ടി, ആൾക്കാരെ വഴി പിഴപ്പിക്കാൻ. എവിടുന്ന്, അൻ സബീലില്ല, അള്ളാൻ്റെ മാർഗത്തുനിന്ന്, അള്ളാൻ്റെ വഴിയിൽ നിന്ന് ആളുകളെ വഴി പിഴപ്പിക്കാനാണ്. വഴി പിഴപ്പിക്കാൻ തോളിനെ ചരിച്ചവനായിക്കൊണ്ട് അള്ളാൻ്റെ വിഷയത്തിൽ തർക്കിക്കുകയാണ് ഓന്. ഓനിക്ക് എന്താ ഉള്ളത്, ലഹു ഫിദ്ദുന്യ, ഓനിക്ക് ദുനിയാവിൽ, അവന് ദുനിയാവിലുണ്ട് ഖിസിയുൻ. ഖിസി പറഞ്ഞാൽ നിന്യത, ദുനിയാവിൽ നിന്യതയുണ്ട്. അത് നമ്മൾ കാത്തിരക്ഷിക്കട്ടെ. വനുദീഖുഹു, അവനെ നാം, അതാക്ക പറഞ്ഞാൽ ആസ്വദിപ്പിക്കുക, അവനെ നാം ആസ്വദിപ്പിക്കും. ഈ ദാക്ക, ദായിക്ക്, ഇത് നമ്മൾ എപ്പോഴും കേൾക്കല, ഇവിടെ ഒരായത്തിൽ എപ്പോഴും കേൾക്കില്ല ഈ വാക്ക്. കേട്ടില്ല അവർക്ക്. അൽഹഖ, അല, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ആ ദായിഖയാണിത്, അത് തന്നെയാണിത്, ടേസ്റ്റ് ചെയ്യുക. കുല്ലു നഫ്സിൻ, എല്ലാ ദേഹവും ദായിഖത്തുൽ, മരണത്തിൻ്റെ രുചി ആസ്വദിക്കും. അതാണ് വനുദീഖുഹു, നാം അവനെ ആസ്വദിപ്പിക്കും. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. അദാബൽ ഹരീഖ്, അദാബ് പറഞ്ഞാൽ ശിക്ഷ, ഹരീഖ് പറഞ്ഞാൽ തീയിൽ ചുട്ട് എടുക്കുന്നതിനാണ് ഹരീഖ്. അപ്പോൾ തീയിൽ ചുട്ടരിക്കുന്ന, വെന്തുരുകുന്ന ഒരു ശിക്ഷ അവന് നാം എന്ത് ചെയ്യും, നൽകും. ചുട്ടുകരിക്കുന്ന ശിക്ഷ യൗമുൽ ഖിയാമയിൽ അവന് നാം നൽകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒരു ഇൽമും ഇല്ലാതെ, ഒരു ഹുദയും ഇല്ലാതെ, ഒരു കിതാബും മുനീറും ഇല്ലാതെ തർക്കിക്കുന്ന ചില ആളുകളുണ്ട്. അവർ എന്തു ചെയ്യും, അവരുടെ ചുമൽ ഭാഗം ചെരിച്ച് കളയും. എന്തിനാണ് ഇതൊക്കെ ഓല് ചെയ്യണത്, അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് ആൾക്കാരെ തെറ്റിച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. അത്തരം ആൾക്കാരെ അള്ളാഹു വെറുതെ വിടൂല. അവർക്ക് ദുനിയാവിൽ ആദ്യം ഖിസി, ഒരു നിന്യത നൽകി അവരെ അവഹേളിക്കും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അവർക്ക് വേദനിക്കുന്ന ഒരു അദാബുൽ ഹരീഖ്, ഒരു ചുട്ടരിക്കുന്ന ശിക്ഷ നൽകുകയും ചെയ്യും. ഇവിടെ സാനിയ ഇത്തുഫിഹി, ചുമൽ തിരിക്കുക, എന്താണ് അങ്ങനെ പറഞ്ഞാൽ ഉദ്ദേശം? അതിനെ വിശദീകരിച്ച് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഹാദ കിനായത്തുൻ, ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അൻ കിബിരിഹി അനിൽ ഹഖ്, സത്യത്തെ തൊട്ട് അഹങ്കാരം കാണിക്കുക. വഹ്തിഖാരിഹി ലിൽ ഖൽഖ്, സൃഷ്ടികളോട് പുച്ഛം കാണിക്കുക, ആൾക്കാരെ ചെറുതാക്കുക.
ഇതിൻ്റെ ഒരു ആലങ്കാരിക പ്രയോഗമാണിതെന്ന്. ഇപ്പോൾ നമ്മൾ സാധാരണ എന്തെങ്കിലും പിന്നെ ഒരു കാര്യം ആരെങ്കിലും പറയുമ്പോൾ അഹങ്കാരം പിന്നെ ഇജ്ജ് നടപ്പിക്കണം അങ്ങനെ അല്ലേ നമ്മൾ തന്നെ ഇതാണ് ഉദ്ദേശം. അപ്പോൾ എന്താണ് മുമ്പിൽ നിൽക്കുന്ന ആളെന്ത് ചെയ്യാണ്? കൊച്ചാക്കാണ് അല്ലേ, അല്ലെങ്കിൽ ഓൻ പറഞ്ഞ കാര്യത്തെ നമ്മൾ വിലയില്ലാതാക്കുക, നിസാരവൽക്കരിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് അള്ളാഹു സാനിയത്ത് ഫിഹി ചുമൽ തിരിച്ചറിയുക എന്ന് പറഞ്ഞത്. ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, മോനെ നീ നിൻ്റെ മുഖത്തെ ആളുകളിൽ നിന്ന് എന്ത് ചെയ്യരുത്? തിരിച്ചു കളയരുത്. അത് അഹങ്കാരത്തിൻ്റെ ഒരു ലക്ഷണമാണ്. എന്നിട്ട് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഫഖദ് ഫരിഹ ബിമാ മഅഹു മിനൽ ഇൽമി ഗൈരി നാഫിഇ. ഇങ്ങനെ അഹങ്കാരം കാണിക്കുന്ന ആൾക്കാർ ഓലെടുത്ത് ചില ഇൽമുണ്ട്, അതുമൂലം ഒരു സന്തോഷിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ഇൽമിൻ്റെ പ്രത്യേകത എന്താ? ഗൈറു നാഫി, ഒരു ഉപകാരമില്ലാത്ത ഇൽമാണ്. വഹ്തഖറ അഹ്ലൽ ഹഖ് വമാ മഅഹും മിനൽ ഹഖ്. അവർ സത്യത്തിൻ്റെ ആൾക്കാരെ കൊച്ചാക്കുകയാണ്. എന്നാൽ ഓലെടുത്ത് സത്യം ഉണ്ടോ? ഇല്ല, ഓലെടുത്ത് സത്യവും ഇല്ല എന്നാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, സത്യത്തെ നിഷേധിക്കുക, ആൾക്കാരെ പുച്ഛിക്കുക, ഇത് രണ്ടും വളരെ ഗൗരവമുള്ള വിഷയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ഹബ്ബത്തിൻ മിൻ കിബ്ർ. ആരെങ്കിലും ഹൃദയത്തിൽ അണുമണി തൂക്കം അഹങ്കാരമുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല അള്ളാഹ് പറഞ്ഞു, സ ഉസ്രിഫു അൻ ആയാതി അല്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്. ഒരു ഹക്കും ഇല്ലാതെ വെറുതെ ഭൂമിയിൽ അഹങ്കാരം നടിക്കുന്ന ആൾക്കാർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് നാം അവരെ തെറ്റിച്ച് കളയും. അഹങ്കരിക്കുന്നവർക്ക് കിട്ടുന്ന ശിക്ഷ എന്നിട്ട് അള്ളാഹ് പറയാണ്, ആയത്തിൻ ലാ യുഅ്മിനൂ ബിഹാ. അള്ളാഹിൻ്റെ മുഴുവൻ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്താലും മൂലയിൽ വിശ്വസിക്കൂല. സബീല റുഷ്ദി ലാ യത്തഖിദൂഹു സബീല. ഇനി ഓൽക്ക് നേർവഴി കാണിച്ചു കൊടുത്താൽ അതിലേക്ക് പ്രവേശിക്കാൻ ഓൽക്ക് കഴിയൂല. സബീല ഗയ്യി യത്തഖിദൂഹു സബീല. ഒരു മോശപ്പെട്ട വഴി കണ്ടാൽ അതിലേക്ക് ഒരു പ്രവേശിക്കുകയും ചെയ്യും. അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ അഹങ്കാരിക്ക് ഓന് തെറ്റായ മാർഗത്തിലാണെങ്കിൽ ഓനക്ക് എന്തൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താലും, എത്ര ഖുർആനത്തെ ആയത്ത് പറഞ്ഞു കൊടുത്താലും ഹദീസ് പറഞ്ഞു കൊടുത്താലും ഓനക്കത് സ്വീകരിക്കാൻ ഓന് വഴിപ്പെടില്ല. കാരണം അള്ളാഹു അയിന്നോനെ തെറ്റിച്ച് കളയുന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ആളുകളെ കൊച്ചാക്കുക, അതും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ സ്ഥാനവും അഭിമാനവും വിലയൊക്കെ ഉണ്ട്. അത് നമ്മൾ എല്ലാവർക്കും എന്ത് ചെയ്യണം? വക വെച്ച് കൊടുക്കണം എന്നുള്ളതാണ്. എന്നിട്ട് പിന്നെ അള്ളാഹ് പറഞ്ഞത് സാനിയത്തു ഫിഹി ലിയുദില്ല അൻസബീൽ, അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ നിന്ന് വഴി പിഴപ്പിക്കാൻ എന്നാണ്. ഈ വഴി പിഴപ്പിക്കാൻ ഇതിനെ വിശദീകരിച്ച് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ലിയകൂന മിൻ ദുആത്തിൽ ളലാലി. ഇവരെ ആരാണ്? ലിയക്കൂന, ഇവരായിത്തീരാൻ മിൻ ദുആത്തിൽ ളലാൽ, വഴികേടിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ. വയദ്ഖുലു തഹ്ത ഹാദാ ജമീഉ അഇമ്മത്തിൽ കുഫ്രി വദ്ദലാൽ. എല്ലാ വഴികേടിൻ്റെയും കുഫ്റിൻ്റെയും നേതാക്കന്മാർ ഈ ആയത്തിൻ്റെ പരിധിയിൽ വരും. അപ്പോൾ വഴികേടിലേക്കും കുഫ്റിലേക്കും ക്ഷണിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാർ, അവർക്ക് അള്ളാഹു എന്താ കൊടുക്കുക? ലഹു ഫിദ്ദുനിയ ഖിസ്യുൻ. അവർക്ക് അള്ളാഹു അപമാനം ദുനിയാവിൽ കൊടുക്കും. അതിനെ വിശദീകരിച്ച് അദ്ദേഹം പറയാണ്, യഫ്തളിഹു ഹാദാ ഫിദ്ദുനിയ ഖബ്ലൽ ആഖിറ. പരലോകത്തേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് അള്ളാഹു അവരെ ദുനിയാവിൽ യഫ്തളിഹു വഷളാക്കും, ആളുകളുടെ ഇടയിൽ വഷളാക്കും അവരെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വഹാദാ മിൻ ആയാത്തില്ലാഹിൽ അജീബ. എന്നാൽ അദ്ദേഹം പറയാണ്, ഇത് അള്ളാഹുവിൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഫഇന്നക ലാ തജിദു ദാഇയൻ. എന്നാൽ അദ്ദേഹം പറയാട്ടോ, ഒരു ക്ഷണിക്കുന്നവനെയും നിനക്ക് കാണാൻ സാധിക്കൂല. മിൻ ദുആത്തിൽ കുഫ്രി വല്ലലാലി, കുഫ്രിലേക്കും വഴികേടിലേക്കും ക്ഷണിക്കുന്ന ഏതൊരു ദാഴിയുണ്ടോ, ഇല്ലാ വലഹു മിനൽ മുഖ്തി ബൈനൽ ആലമീൻ. ലോകർക്കിടയിൽ അയാൾക്കൊരു ദേഷ്യം, ആൾക്കാരുടെ ഹൃദയത്തിൽ അയാളോടൊരു വെറുപ്പ് ഉണ്ടാകും. വല്ലഅന, ആൾക്കാരെ അയാളെ ശപിക്കും. വൽബുഗ്ൾ, ആൾക്കാർക്ക് അയാളോട് വെറുപ്പുണ്ടാവും. വസ്ദമ്മ്, ആൾക്കാരെ അയാളെ ആക്ഷേപിക്കും. അപ്പം നിങ്ങൾ ചോക്ക്, അള്ളാഹു അല്ലാത്ത കെട്ടി ഉയർത്തിയ ജാറങ്ങളിലേക്ക്, ഖബറുകളിലേക്ക്, വലിയകളിലേക്ക് ആരാധനകൾ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാർ, ബലിയാണ് ആരാധിക്കേണ്ടത്, ഇതാണ് ശരിയായ മാർഗം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന നേതാക്കന്മാർ, യഥാർത്ഥത്തിലുള്ള സലഫികൾക്ക് അവരോട് ഇഷ്ടമാണോ ഉണ്ടാവുക, വെറുപ്പാണ്ടാവുക? വെറുപ്പാണ്ടാവുക. അതാണ് വെറുപ്പ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് കൊടുക്കുന്ന ഖിസിയാണ്, നിന്യതയാണ്. ഇവർ മരിച്ചു കഴിഞ്ഞാൽ പുറത്ത് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ കൂടി നമുക്ക് പറ്റുമോ? അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഇഹാനത്താണ്. അപ്പോൾ ഈ ദുനിയാവിൽ അള്ളാഹിൻ്റെ മതത്തെ തൊട്ട് കളിച്ചവരെ അള്ളാഹ് എന്ത് ചെയ്യില്ല? വെറുതെ വിടില്ല, അവരെ അപമാനിക്കും. ഇപ്പോൾ മുശ്രിക്കീങ്ങൾക്ക് സംഭവിച്ച അപമാനമാണ് ബദർ.
നിങ്ങൾ ആലോചിച്ച് നോക്കും, 300 ചില്ലാനും സ്വഹാബത്താണ്. അപ്പുറത്തോ ആയിരക്കണക്കിന്. റസൂലിൻ്റെ പ്രാർത്ഥനയിൽ വന്നില്ലേ, അള്ളാഹുവേ ഇവർ നഗ്നരാണ്, നീ ഇവരെ ധരിപ്പിക്കണമേ, ഇവർ കാലിൽ ചെരുപ്പുകളില്ല, നീ ഇവരെന്ത് ചെയ്യണേ വഹിക്കണമേ, ഇവർ കഴിക്കാൻ ഭക്ഷണമില്ലാത്തവരാണ്, നീ ഇവരെ വിശപ്പ് മാറ്റണമേ എന്ന് റസൂൽ പ്രാർത്ഥിച്ചു. ആകെ 2 കുതിരപ്പടയാളികളാണ്, മൂർച്ചയില്ലാത്ത വാളുകൾ. അങ്ങനെയാണ് സ്വഹാബത്ത് ബദറിലേക്ക് പോകണം. അപ്പുറത്തോ ആയിരക്കണക്കിന് ആളുകൾ, ആയുധം, ഒട്ടകം, കുതിര, പാട്ട്, ഡാൻസ്, ഭക്ഷണം എല്ലാം ഉണ്ട്. എന്നിട്ടും എത്ര നിന്ദ്യതയോടെ അവർ മരണപ്പെട്ടത് അല്ലേ. അബൂജഹലിനെ വധിച്ചതാരാ? 2 കുട്ടികളാണ്. 2 കുട്ടികൾ ചെന്നിട്ട് അബൂജഹലിനെ വെട്ടി നിലത്തിട്ടു. പിന്നെ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അബൂജഹലിൻ്റെ തലരിഞ്ഞു കൊടുക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ലഭിച്ചപ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചു എന്നൊക്കെ ഹദീസിൽ കാണാൻ സന്തോഷത്തോടെ. അവർ പറഞ്ഞ് അബൂജഹലൊക്കെ എത്ര വലിയ നേതാവാണ്, പക്ഷേ നിന്നത. അതേപോലെ തന്നെ അബൂലഹബ് അവരെ വലിയ നേതാവ്. ബദർ യുദ്ധം കഴിഞ്ഞ് ബദർ യുദ്ധത്തിൽ ആരും പങ്കെടുത്തിട്ടില്ല? അബൂലഹബ് പങ്കെടുത്തില്ല. അബൂലഹബ് പേടിത്തോണ്ടനാ. അപ്പോൾ അബൂലഹബ് എന്ത് ചെയ്തു? ബദറിൽ എല്ലാവരും പങ്കെടുക്കണം നിർബന്ധമായിരുന്നു. അപ്പോൾ അബൂലഹബ് എന്താ വെച്ചാൽ അബൂലഹബിന് പൈസ കടം തിരിച്ചു കൊടുക്കാനൊരു വ്യക്തി ഉണ്ടായിരുന്നു. അബൂലഹബ് പറഞ്ഞു, പൈസ ഉണ്ട്, ജിൻ്റെ പകരം ബദർക്ക് പോയാൽ മതി. അങ്ങനെ മെല്ലെ ഓനെ വിട്ടു അബൂലഹബ്. എന്നിട്ട് പോയി തോറ്റു. ഇവര് തോറ്റല്ലോ. തോറ്റ് തിരിച്ചു ഒരാൾ വന്നു, മുശ്രിക്കീങ്ങളുടെ ഒരു പ്രതിനിധി മക്കയിലേക്ക് വന്നിട്ട് അയാൾ കുതിരമേ വരുന്നു. കുതിരമ വന്ന് കുതിരനെ തിരിച്ചെടുത്തതിൻ്റെ വാലിൻ്റെ അവിടെ മുറിച്ചു. അഥവാ നമ്മൾ വലിയ അപമാനം ബദറിൽ നേരിട്ടിട്ടുണ്ട് എന്നതിൻ്റെ അടയാളം കാണിച്ചു കൊടുക്കണം അദ്ദേഹം. അതിൽ 2-3 സ്വഹാബത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു ഇസ്ലാം ഹൃദയത്തിൽ ഒളിപ്പിച്ച് വെച്ചവരാ. അപ്പോൾ അവർ സന്തോഷത്തോടു കൂടി എന്ത് ചെയ്തു? ഇസ്ലാം ജയിച്ചപ്പോൾ ഒരു സന്തോഷം പ്രകടിപ്പിച്ചു. അതിൽ അബൂലഹബ് അപ്പുറത്തുണ്ട്. അപ്പോൾ അബൂലഹബ് അതിലൊരാളെ അടിച്ചപ്പോൾ മറ്റൊരാൾ എന്ത് ചെയ്തു? ഒരു കല്ലെടുത്തിട്ട് അബൂലഹബിനെ തിരിച്ചടിച്ചു. അത് കുറച്ച് ഊക്കിലായിരുന്നു അടി. അബൂലഹബിൻ്റെ തല പൊട്ടി, ചോര വാർന്നൊലിക്കാൻ തുടങ്ങി. അങ്ങനെ അബൂലഹബ് ഇങ്ങനെ ചോര വാർന്നൊലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബദറിൽ തോറ്റിട്ട് മുശ്രിക്കീങ്ങൾ തിരിച്ചു വരുന്നത്. അപ്പോൾ അബൂലഹബ് പോന്നിട്ടില്ല, അതിൻ്റെ ദേഷ്യം ഒലിക്കുന്നുണ്ട്. അതിന് പുറമെ യുദ്ധത്തിൽ തോറ്റ സങ്കടവും കുടുംബക്കാർ മരിച്ച സങ്കടം എല്ലാതും ഉണ്ട്. അതുകൊണ്ട് ആരും അബൂലഹബിനെ എന്ത് ചെയ്തില്ല? മെയിൻ ചെയ്തില്ല. ചോര വാർന്നൊലിച്ച് അങ്ങനെ പിന്നീട് ചരിത്രത്തിൽ കാണാൻ അങ്ങനെ പുഴകളൊക്കെ അരിച്ച് അവൻ എന്ത് ചെയ്തു? ചത്തലിഞ്ഞു എന്നാണ്. അവന് പഴുത്ത് ചത്തലിഞ്ഞു. മറമാടാൻ പോലും ആളെ കിട്ടിയില്ല എന്നാണ്. അതെ, ദിവസങ്ങളോട് കടന്നു. അവസാനം ഒരു കുഴിയൊക്കെ ഒഴിച്ച് ആരൊക്കെ കൊണ്ടുപോയി അതിലേക്ക് ഇട്ട് മുടിയെന്നാണ്. അപ്പോൾ അതാണ് അള്ളാഹുവിൻ്റെ ദീനിനെ തൊട്ട് കളിച്ചൊരു അള്ള എന്ത് ചെയ്യും? വെറുതെ വിടില്ല. ഇപ്പോൾ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനികളില്ലേ, ഖാദിയാനികളെ പ്രവാചകനാണ് ആര്? മിർസ ഗുലാം അല്ലെ. പഞ്ചാബിൽ വന്ന മിർസ ഗുലാം അഹമ്മദ് ഓല വിശ്വാസപ്രകാരം ഇനിയും റസൂലുകൾ വരാണ്ട് എന്നാണ്. ഈ മിർസ ഗുലാം ആരാ? ഓല പ്രവാചകനാണ്. ഓല വിശ്വാസപ്രകാരം ഓല പ്രവാചകനാണ്. ഓല ഇസ്ലാമിന് പുറത്താണ്. ഖാദിയാനികൾ കാഫിരീങ്ങളാണ്, ഇസ്ലാമിന് പുറത്താണ്. അപ്പോൾ ഇവർ അങ്ങനെ വധിച്ചിരുന്നത്. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു? ഈ അഹമ്മദ് ഇദ്ദേഹം അന്ന് ജീവിച്ചിരുന്ന ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു, സനാഉള്ള. അഹ്ലുസുന്നത്തിൻ്റെ വലിയ പണ്ഡിതനാണ് സനാഉള്ള. ഇദ്ദേഹം മുബാഹലക്ക് വിളിച്ചു. അങ്ങനെ മിർസ ഗുലാം പറഞ്ഞു, ആയിക്കോട്ടെ, മുബാഹലക്ക് തയ്യാറാണ്. അങ്ങനെ മുബാഹല നടത്തി. അതിൽ ഈ സനാഉള്ള പ്രഖ്യാപിച്ചു, ഞാൻ പറയുന്നത് തെറ്റാണ് എങ്കിൽ, അഥവാ നീ സത്യപ്രവാചകനാണെന്നാണ് നീ പറയുന്നത്, അത് തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. നീ പറയുന്നതാണ് ശരിയെങ്കിൽ ഞാൻ ആദ്യം മരിച്ചു പോകട്ടെ. തിരിച്ച് അദ്ദേഹം പറഞ്ഞു, മിർസ ഗുലാം പറഞ്ഞു, ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരി, ഞാൻ പറഞ്ഞത് തെറ്റാണ്, ഞാൻ റസൂലല്ല എങ്കിൽ ഞാൻ ആദ്യം മരിച്ചു പോട്ടെ. ചരിത്രത്തിൽ കാണാം, ഈ മുബാഹല കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ മിർസ ഗുലാം അഹമ്മദ് ഒരു ട്രെയിനിൽ ബാത്റൂമിൻ്റെ ഉള്ളിൽ അയാൾ വളരെ മോശപ്പെട്ട രൂപത്തിൽ മരണപ്പെട്ടു വീണമെന്നാണ്. അപ്പോൾ ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിഷയത്തിൽ ഒരാളെന്ത് ചെയ്തു? ഈ രൂപത്തിൽ സംസാരിച്ച അള്ള എന്ത് ചെയ്യും? അതേപോലെ തന്നെ പല ആളുകളെയും പ്രത്യേകം പേരെടുത്തിടുമ്പോൾ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, മുജാഹിദീങ്ങൾ ഒരു അള്ള ഉണ്ട് എന്ന് പറഞ്ഞാൽ 2 അള്ള ഉണ്ട് ഞാൻ സമർപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ സമർത്ഥിക്കും. മുജാഹിദീങ്ങൾ ഒരള്ള ഉള്ളെന്ന് പറയുകയാണെങ്കിൽ അള്ള 2 ഉണ്ട് എന്ന് ഞാൻ സമർത്ഥിക്കും. അങ്ങനെ അള്ളാൻ്റെ വിഷയത്തിൽ പറയണം. അദ്ദേഹത്തിൻ്റെയൊക്കെ അവസാന കാലഘട്ടം വളരെ മോശമായിരുന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പോൾ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നമ്മൾ ഈ രൂപത്തിൽ പറഞ്ഞാൽ അള്ള എന്ത് ചെയ്യും? അവനെ ദുനിയാവ് തന്നെ വഷളാക്കും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ലഹും ഫി ദുനിയ ഖിസിയുൻ, ദുനിയാവിൽ അവർക്ക് ഖിസിയ്, നിന്ദ്യത, അപമാനമുണ്ട് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞ വേറൊരായത്താണ് സൂറത്തുൽ ബഖറയിൽ 114-ാമത്തെ ആയത്ത്. ബഖറയിൽ 114-ാമത്തെ ആയത്ത്. അതിൽ അള്ള പറഞ്ഞ എന്താ? പള്ളികൾ പൊളിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അവരെക്കാൾ വഴിപിഴച്ചവർ ആരുണ്ട്? അവർക്ക് ദുനിയാവിൽ ഖിസിയ്, നിന്ദ്യതയുണ്ട് എന്നാണ്.
അവർക്ക് ദുനിയാവിൽ ഖിസി നിന്ദതയുണ്ട്. അതേപോലത്തെ സൂറത്ത് ബഖറ 114. അതേപോലെ തന്നെ സൂറത്തുൽ മാഇദയിലെ 33-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞു, അള്ളാഹ്ക്കും റസൂലിനും എതിരെ യുദ്ധം ചെയ്യുന്ന ആളുകൾ, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന ആൾക്കാർ, അവർക്കും എന്തുണ്ട്? ഈ ഇത്തരത്തിലുള്ള ഖിസി ഉണ്ട്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് പിന്നെ കുഫറിലേക്ക് പോകുന്ന ആൾക്കാർ, അവർക്കും ദുനിയാവിൽ ഖിസി ഉണ്ട്. അപ്പോൾ ദുനിയാവിൽ നിന്ദതയുണ്ട് എന്നുള്ള പറഞ്ഞ വിഷയങ്ങളൊക്കെ എടുത്ത് നോക്കിയാലൊക്കെ ഈ ദീനിൻ്റെ വിഷയത്തിൽ അള്ളാഹിൻ്റെ വിഷയത്തെ മോശമായി ചിത്രീകരിച്ചവരും മോശമായി പെരുമാറിയവരാണ്. അവർക്ക് അള്ളാഹു എന്ത് ചെയ്യും? ദുനിയാവ് തന്നെ ഖിസി നൽകുമെന്നാണ്. പിന്നെ പരലോകത്തോ വനുദീഖുഹു യൗമൽ ഖിയാമത്തി അദാബുൽ ഹരീഖ്. അദാബുൽ ഹരീഖ് പറഞ്ഞാൽ ചുട്ട് കരിക്കുന്ന ശിക്ഷ. സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നുദീഖുഹു ഹർറഹ ശദീദ്, കഠിനമായ ചൂടുള്ള ശിക്ഷ അവന് നാം ആസ്വദിപ്പിക്കും. വസഈറഹൽ ബലീഗ്, അങ്ങേയറ്റം ചൂട് എത്തിയ തീജ്വാലകൾ അങ്ങേയറ്റത്തിലേക്ക് എത്തിയ ശിക്ഷ അവന് നൽകും. അതേത് ശിക്ഷയാണ്? നരക ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും എന്നാണ് അള്ളാഹ് പറയുന്നത്. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. ശരി, നമുക്ക് ഒരായത്തെടുക്കാം അല്ലേ? ذلك بما قدمت يداك وأن الله ليس بظلام للعبيد. ذلك بما قدمت يداك وأن الله ليس بظلام للعبيد. ذلك പറഞ്ഞാൽ അത്, ഇത് ഈ ശിക്ഷ കൊടുത്തില്ലേ, ആ ശിക്ഷ. ബിമാ ഖദ്ദമത് യദാക്, ഖദ്ദമ പറഞ്ഞാൽ മുൻകൂട്ടി ചെയ്യുക. ബിമാ ഖദ്ദമത്, മുൻകൂട്ടി ചെയ്തത് കൊണ്ടാണ്, യദാക് നിൻ്റെ കൈകൾ. ഈ നരകത്ത് പോകണം, നരക ശിക്ഷ നൽകുമെന്ന് പറഞ്ഞില്ലേ, ഓനോട് പറയാണ് എന്തുകൊണ്ടാണ് എനിക്കിത് കിട്ടിയത്? നിൻ്റെ ഇരു കൈകൾ മുൻകൂട്ടി ചെയ്ത് വെച്ചത് കൊണ്ടാണ്. വ അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലൈസ ബിളല്ലാം, ലല്ലാം എന്ന് പറഞ്ഞാൽ ളുൽമ് പറഞ്ഞാൽ അക്രമം. അപ്പോൾ ലല്ലാം എന്ന് പറഞ്ഞാൽ നല്ലോണം അക്രമം ചെയ്യുക, അങ്ങേയറ്റം അക്രമം ചെയ്യുക. അള്ളാഹ് പറഞ്ഞു ലൈസ ബിളല്ലാം, അങ്ങേയറ്റം അക്രമം ചെയ്യുന്നവനല്ല അള്ളാഹു. ആരോട്? ലിൽ അബീദ്, അടിമകളോട് ഒരു തരിമ്പ് പോലും, അങ്ങനെ പറഞ്ഞാൽ നല്ല, ഒരു തരിമ്പ് പോലും അക്രമം ചെയ്യാത്തവൻ, അനീതി ചെയ്യാത്തവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ് ദാലിക ബിമാ ഖദ്ദമത് യദാക്, നിൻ്റെ ഇരു കൈകളും ചെയ്തു വെച്ചത് കൊണ്ടാണ് ഈ ശിക്ഷ നിനക്ക് ആസ്വദിക്കേണ്ടി വന്നത്. ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ച് പറയാണ്, യുഖാലു ലഹു ഫിൽ ആഖിറത്തി ഇദാ ദഖലൻ നാറ. ഇങ്ങനെ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിന് ആൾക്കാരെ വഴി പഴിപ്പിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവർക്ക് നരകം കൊടുക്കുമെന്ന് പറഞ്ഞു. ഇവർ നരകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആഖിറത്ത് നിന്ന് ഇവരോട് പറയും, ദാലിക്കൽ അദാബു, എനിക്കിപ്പോൾ കിട്ടുന്ന ഈ ശിക്ഷ ഉണ്ടല്ലോ, ബിമാ ഖദ്ദമത് യദാക്, നിൻ്റെ ഇരു കൈകളും ചെയ്തു വെച്ചത് കൊണ്ടാണ്, മിനൽ മആസി വൽ കുഫ്രി, തെറ്റുകളും കുഫ്രൊക്കെ ചെയ്ത് ആൾക്കാരൊക്കെ വഴി പഴിപ്പിച്ചിരുന്നില്ലേ, അതുകൊണ്ട് നിനക്ക് കിട്ടിയ ശിക്ഷയാണ് എന്നാണ് പറഞ്ഞത്. ഇവിടെ നിൻ്റെ കൈകൾ ചെയ്തു വെച്ചത് എന്നാണ് പറഞ്ഞത്. ശരിക്കും കുഫർ എന്നൊക്കെ പറഞ്ഞാൽ കൈ കൊണ്ട് ചെയ്യണതാണോ? ഹൃദയത്തിലല്ലേ? പിന്നെ ഓരോന്ന് ഇപ്പം തെറ്റുകൾ, ഇപ്പോൾ ഓരോ തെറ്റെടുക്കുമ്പോഴും ഗീബത്തും നമീമത്തും പറയും. അത് ഏതുകൊണ്ടാണ്? നാവ് കൊണ്ടാണ്. വ്യഭിചാരം, ഗുഹ്യാവയം കൊണ്ട്, അങ്ങനെ ഓരോന്ന് എടുക്കുമ്പോഴും കൈ കൊണ്ടല്ല. പക്ഷെ ഇവിടെ കൈകൾ ചെയ്തു വെച്ചതെന്നാണ് പറഞ്ഞത്. അതെന്താ അങ്ങനെ പറയുന്നത്? കയ്യിരിപ്പുണ്ട്, അത് ഒരു പ്രയോഗമാണ് ശരിക്കും. ഇപ്പോൾ തബ്ബത്ത് യദാ അബീ ലഹബിൻ, അബൂലഹബിൻ്റെ ഇരു കൈകളും നശിച്ചു പോകട്ടെ. എന്താ കൈകൾ മാത്രം, കൈ മാത്രം നശിച്ചാൽ മതിയോ? അല്ല, അതെന്താ വെച്ചാൽ ഒരാളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതലും കൈ കൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇത് പരിഗണിച്ചുകൊണ്ട് കൈ എന്താ പറയുന്നത്, അവിടെ കൈ മാത്രമല്ല ഉദ്ദേശം, അവൻ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം. അപ്പം നരകക്കാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. അപ്പോൾ അന്നല്ലാഹ ലൈസ ബിളല്ലാമി ലിൽ അബീദ്. അപ്പോൾ അള്ളാഹ് ഇവനോട് അനീതി കാണിച്ചവനെ നരകത്തിലേക്ക് ഇട്ടതാണോ? അല്ല, അള്ളാഹു ഒരു തരിമ്പ് പോലും അനീതി കാണിക്കൂല. പിന്നെ എന്തുകൊണ്ടോ നരകത്ത് പോയത്? ബിമാ ഖദ്ദമത് യദാഹു, അവൻ്റെ കൈകൾ ചെയ്തു വെച്ചത് കൊണ്ടാണോ പോയത്? അല്ലാതെ അള്ളാഹു എന്ത് ചെയ്യൂല? അനീതി കാണിക്കൂല. റാസി റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിനെ വിശദീകരിച്ച് പറയാണ്,
അന്നഹു സുബ്ഹാനഹു ഇന്നമാ ലം യകുൻ ലാലിമൻ ബിഫിഅലി ദാലിക്കൽ അദാബ്. ഈ മനുഷ്യന് ഈ ശിക്ഷ കൊടുത്തുകൊണ്ട് അള്ളാഹു അവനോട് അതിക്രമം കാണിച്ചതല്ല, അള്ളാഹു അക്രമം കാണിച്ചതല്ല. ലി അജ്ലി അന്നൽ മുകല്ലഫ ഫഅല ഫിഅലൻ ഇസ്തഹഖ ബിഹി ദാലിക്കൽ ഇഖാബ്. ഓനാ തെറ്റ് ചെയ്തു, അപ്പോൾ ആ തെറ്റിന് അർഹമായ ശിക്ഷ കൊടുക്കണ്ടേ? ആ ശിക്ഷ അള്ളാഹു കൊടുത്തതാണ്. വദാലിക യദുല്ലു, ഇതറിയിക്കുന്നത് അന്നഹു ലൗ ആഖബഹു ലാ ബിസബബി ഫിഅലിൻ യസ്ദുറു മിൻ ജിഹതിഹി ലകാന ലാലിമ. അയാൾ, ആ മനുഷ്യൻ തെറ്റ് ചെയ്യാതെയാണ് അള്ളാഹു അയാളെ ശിക്ഷിക്കുന്നത് എങ്കിൽ അള്ളാഹ് ചെയ്ത അനീതിയെ നമുക്ക് പറയാമായിരുന്നു. പക്ഷേ അങ്ങനെയാണോ? അല്ല. അതുകൊണ്ടാണ് വഹാദ യദുല്ലു, ഇതറിയിക്കുന്നുണ്ട് അല അന്നഹു ലാ യജൂസു തഅദീബുൽ അത്ഫാലി ബികുഫ്രി ആബാഇഹിം. ഉപ്പമാർ തെറ്റ് ചെയ്തത് കൊണ്ട് മക്കളെ ശിക്ഷിക്കാൻ പറ്റില്ല. അഥവാ ഉപ്പ കാഫിറാണ്, മകൻ 10 വയസ്സിൽ തന്നെ മരണപ്പെട്ടു പോയി, എൻ്റെ ഉപ്പ കാഫിറാണ്, ഇജ്ജ് നരകത്ത് പോയിക്കോ പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പറയൽ അനീതിയാണ്. അപ്പോൾ അതാണ് അള്ളാഹ് പറഞ്ഞത്, ലൈസ ബില്ലല്ലാമിൽ ലബീദ്. അള്ളാഹ് അടിമകളോട് ഒരു തരിമ്പ് പോലും അനീതി കാണിക്കൂല. അതുകൊണ്ട് അങ്ങനെ മരിച്ച കുട്ടികളൊക്കെ എവിടെയേക്കരം? സ്വർഗത്തിലേക്കും. അതല്ലാഹ് തന്നെ നീതിയാണ്. അള്ളാഹു സുബ്ഹാനഹു സൂറത്ത് നിസായിലെ 40-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യളിമു മിസ്കാല ദർറ. ഒരു അണുമണിത്തൂക്കം പോലും അള്ളാഹു അനീതി കാണിക്കൂല. വ ഇൻ തകു ഹസനത്തൻ, ഒരാളൊരു നന്മ ചെയ്താൽ യുളാഇഫ്ഹ, ഓൻക്കത് ഇരട്ടിയാക്കി കൊടുക്കും. വയുഅ്തി മിൻ ലദുൻഹു അജ്റൻ അളീമ, അള്ളാഹു ഓൻക്ക് വലിയ പ്രതിഫലം കൊടുക്കും. നിങ്ങൾ ചോദിക്കുക, നമ്മളൊരു നന്മ ചെയ്താൽ ഒരു കൂലിയാണോ? എത്ര കൂലിയാ? 10 ഇരട്ടി 700 ഇരട്ടി വരെ ആകാം. എന്തിനാ അള്ളാഹ് അങ്ങനെ തരുന്നത്? ഒരു നന്മ ചെയ്ത ഒരു കൂലി എന്നാൽ പോലെ അല്ല. അതാണ് അള്ളാഹുവിൻ്റെ നീതി. 1 റുപ്യ കൊടുത്താൽ അള്ളാഹു സുബ്ഹാനഹു 700 റുപ്യ വരെ എന്ത് ചെയ്യും? അത് നമുക്ക് വളർത്തിത്തരുന്നതാണ്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യളിമുൻ നാസ ശൈഅ. അള്ളാഹു ഒരു ഷൈഅൻ, ഒരു തുള്ളി പോലും അനീതി കാണിക്കൂല. ഷഫാഅത്തിൻ്റെ ഹദീസ് എന്നത് വ്യക്തമാണ്. ഷഫാഅത്തിന് ദീർഘമായ ഹദീസിൻ്റെ ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസ്. അതിൽ അവസാന ഭാഗത്ത് റസൂൽ പോയിട്ട് സുജൂദിൽ കിടക്കും, എന്നിട്ട് എന്ത് ചെയ്യും? അള്ളാഹിനോട് ഇങ്ങനെ ശുപാർശക്ക് വയ്ക്കും, അള്ളാഹു അനുമതി കൊടുക്കും. വലിയ ഹദീസാണ്. അതിൽ അവസാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയും റസൂലിനോട്, ഇർജിഉ ഫമൻ വജദ്തും ഫീ ഖൽബിഹി മിസ്കാല ഹബ്ബത്തി ഖർദലിൻ മിൻ ഈമാൻ ഫഅഖ്രിജൂഹു മിനൻ നാർ. റസൂൽ നരകത്ത് പോയിട്ട് ഒരു കടുകിൻ്റെ അത്ര ഈമാൻ ഹൃദയത്തിൽ ബാക്കിയുള്ളവനെ നരകത്ത് പുറത്തേക്ക് എടുത്തോ. എന്നിട്ട് പിന്നെ പറയും, അതിന മിസ്കാല ദർറത്തിൻ മിൻ ഈമാൻ ഫഅഖ്രിജൂഹു മിനൻ നാർ. ഒരു പിന്നെ അണുമണി, അതിനേക്കാൾ കുറവ്, അത്രയും കുറവ് ഈമാൻ ആരുടെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ ഓനൊക്കെ നരകത്തിലേക്ക് എടുത്തോ. ഫയുഖ്റജൂന ഖൽഖൻ കസീർ. അങ്ങനെ ധാരാളം സൃഷ്ടികളെ നരകത്തിന് പുറത്തേക്ക് എടുക്കുന്നതാണ്. അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ നീതിയാണ്. എന്തിനാ അങ്ങനെ പുറത്തേക്ക് എടുക്കാൻ അവസരം കൊടുക്കുന്നത്? അള്ളാഹിൻ്റെ നീതിയാണ്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, മൻ ജാഅ ബിൽ ഹസനത്തി, ഒരാളൊരു നന്മ ചെയ്താൽ, ഒരു നന്മ കൊണ്ടുവന്നാൽ ഫലഹു അശ്റു അംസാലിഹ, അത് 10 നന്മയുടെ പോലെയാണ്, 10 ഇരട്ടിയായി കൊടുക്കും. വമൻ ജാഅ ബിസ്സയ്യിഅ, ഇനി ഒരാളൊരു തിന്മ ചെയ്താലോ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹ, അത്ര തന്നെ ശിക്ഷയെ കൊടുക്കുള്ളൂ. അപ്പോൾ ഒരു തിന്മ ചെയ്തിച്ചാൽ ഒരു ശിക്ഷ, ഒരു നന്മ ചെയ്തിച്ചാൽ 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ. ഇത് അള്ളാഹിൻ്റെ കാരുണ്യാണ്. അതേപോലെ ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ ഹമ്മ ബിഹസനത്തിൻ, ഒരാളൊരു നന്മ ഉദ്ദേശിച്ചു, ചെയ്തിട്ടില്ല, ഇന്ന് വൈകുന്നേരം എന്ത് ചെയ്യണം? ഒരു 2 പേജ് ഖുർആൻ ഓതണം, അല്ലെങ്കിൽ പിന്നെ നാളെ ളുഹ നിസ്കരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഇന്നൊരാളുണ്ടല്ലോ അയാൾക്കൊരു 100 രൂപ സ്വതക്ക കൊടുക്കണം. ഇങ്ങനെ ഒരാൾ മനസ്സിൽ എന്ത് ചെയ്തു? വെറുതെ വിചാരിച്ചിട്ടുള്ളൂ. ഫലം യഅമൽഹ, അവനെ ചെയ്തിട്ടില്ല, വിചാരിച്ചിട്ടുള്ളൂ. കതബഹല്ലാഹു ഇൻദഹു ഹസനത്തൻ കാമില, അള്ളാഹുവിനടുക്കൽ അതൊരു പൂർണ്ണമായ നന്മയായി രേഖപ്പെടുത്തും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഒരാൾ വെറുതെ ഇങ്ങനെ വിചാരിക്കുക, നാളെ ഖുർആൻ ഓതുക, നിസ്കരിക്കുക, ചെയ്യാതെ കുറേ ഒന്നും ചെയ്യില്ല, അതാണോ? അല്ല, ഇയാൾ ആത്മാർത്ഥമായി വിചാരിക്കുന്നുണ്ട്, പക്ഷേ ചില കാരണങ്ങളാൽ ഇയാൾക്ക് പറ്റിയില്ലെങ്കിലും കൂലി കിട്ടും. വ ഇൻ ഹമ്മ ബിഹാ ഫഅമിലഹ, ഇനി അയാളത് വിചാരിച്ചു ചെയ്യുകയും ചെയ്തു. കതബഹല്ലാഹു ഇൻദഹു 10 ഹസനാത്തിൻ ഇലാ 700 ളഇഫിൻ ഇലാ അൽആഫിൻ കസീറ, അള്ളാഹു അത് 10 മുതൽ 700 ഇരട്ടി വരെയും ഇരട്ടികളായും അള്ളാഹു അതിന് കൂലി കൊടുക്കും. വ ഇൻ ഹമ്മ ബിസയ്യിഅ, ഇനി ഒരാളൊരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു,
ഇന്ന് രാത്രി ഒരു സിനിമ കാണണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഒരു തിന്മ ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ മോളോട് പോയിട്ട് 2 വർത്താനം പറയാണ്ട് ഇങ്ങനെ ഒരു തിന്മ ഒരാൾ ഉദ്ദേശിച്ചു. ഫലം യഅമൽഹ, പിന്നെ അവനെ ചെയ്തില്ല. കതബഹല്ലാഹു ഇൻദഹു ഹസനത്തൻ കാമില, അതൊരു പൂർണ്ണമായ നന്മയായി അള്ളാഹു രേഖപ്പെടുത്തും. ഒരു തിന്മ ഉദ്ദേശിച്ചു, ചെയ്തില്ല. എന്തുകൊണ്ട്? പിന്നെ അവർക്ക് തോന്നി, അങ്ങനെ ചെയ്യലും ഇപ്പോൾ തിന്മല്ലേ, അള്ളാഹിന് ശിക്ഷ കിട്ടൂലേ, പുറത്തോട്ട് നല്ലതല്ലേ. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ചെയ്തില്ല. അതിനയാൾക്ക് നന്മ രേഖപ്പെടുത്തി. വ ഇൻ ഹമ്മ ബിഹാ ഫഅമിലഹ, ഞാനത് വിചാരിച്ചു ചെയ്തു. കതബഹല്ലാഹു സയ്യിഅത്തൻ വാഹിദൻ, ഒറ്റ തിന്മയായിട്ട് അള്ളാഹു രേഖപ്പെടുത്തുള്ളൂ. അള്ളാഹു അക്ബർ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ അള്ളാഹുവിൻ്റെ അതിൽ നീതി എത്രത്തോളം വലുതാ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് എത്രത്തോളം വലുതാ. അപ്പോൾ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ലൈസ ബിളല്ലാമിൽ അബീദ്, അടിമകളോടൊരു തരിമ്പ് പോലും അള്ളാഹു എന്ത് ചെയ്യൂല, അത് കാണും. അതുകൊണ്ട് നരകത്തിലേക്ക് പോകുന്ന ആൾക്കും ബോധ്യപ്പെടും, ഞാൻ എവിടേക്ക് പോകാല്ല തന്നെയാണ്, നരകത്തിലേക്കില്ല തന്നെയാണ്. സ്വർഗത്തിലേക്ക് പോകാല്ല ആൾക്കും അതിനല്ലേ ഇപ്പം മീസാൻ കിതാബ് ഇതൊക്കെ എന്തിനാ. പരലോകത്തേക്ക് വന്നാലിച്ചൊക്കെ നരകത്തിൽ കട പൊയ്ക്കോച്ചൊക്കെ സ്വർഗത്തിൽ കട പൊയ്ക്കോ പറഞ്ഞാൽ അള്ളാഹ്ക്ക് പറഞ്ഞേച്ചാൽ വരെ തിരിച്ചു വയ്ക്കുക ആരെങ്കിലും എന്തായി കാട്ടണമെന്ന് ഇല്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തരും, മീസാൻ വെച്ചു, സിറാത്ത് ഉണ്ടാവും, കിതാബ് ഉണ്ടാവും, നന്മ തിന്മകൾ കണ്ണുമുന്നിൽ വന്ന് കാണിച്ചു തരും, സാക്ഷികൾ കൊണ്ടുവരും. ഇതൊക്കെ എന്തിനാ? അള്ളാഹുവിൻ്റെ വിചാരണ നീതിയിൽ അധിഷ്ഠിതമാണ്, അതിനു വേണ്ടിയിട്ടാണ്. ശരി, നമുക്കത്ര മതി. നമുക്കൊന്ന് പാരായണം ചെയ്തിട്ട് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. ثاني عطفه ليضل عن سبيل الله له في الدنيا خزي ونذيقه يوم القيامة عذاب الحريق. ذلك بما قدمت يداك وأن الله ليس بظلام للعبيد. അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ എഴുത്തും സാലിഹ് അമലെ സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.